കോഴിക്കോട് ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ്. LDFന് കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള കോഴിക്കോട്ടെ വിവിധ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമാണ് BJP കാഴ്ചവെച്ചത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് മത്സരിച്ച നോർത്ത് മണ്ഡലത്തിൽ നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11ഇടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചതോടെ ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. കഴിഞ്ഞ 21 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസിന് ജില്ലയിൽ MLA ഉണ്ടാകുന്നത്. കേരള രൂപീകരണത്തിന് ശേഷം CPM-നൊപ്പം ഉറച്ചുനിന്ന പല മണ്ഡലങ്ങളും ഇത്തവണ CPM-നെ കൈവിട്ടു. എലത്തൂർ, കൊയിലാണ്ടി, നാദാപുരം തുടങ്ങിയ ഉറച്ച കോട്ടകളിൽ പലതിലും വലിയ വോട്ട് ചോർച്ചയാണ് CPM-നുണ്ടായത്. ജില്ലയിലെ ചുവപ്പുകോട്ടകൾ തകർന്നടിഞ്ഞപ്പോഴും CPM-ന് ആശ്വാസമായി മാറിയത് ബേപ്പൂർ മാത്രമായിരുന്നു. കഴിഞ്ഞ തവണ 28,747 ഭൂരിപക്ഷത്തിൽ ജയിച്ച PA മുഹമ്മദ് റിയാസിന്റെ ഭൂരിപക്ഷം ഇത്തവണ 6-1 കുറയുകയും ചെയ്തു. കഷ്ടിച്ചാണ് ബേപ്പൂരിലെ മുഹമ്മദ് റിയാസിന്റെ വിജയം. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പല മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലൊന്നാകെയുള്ള UDF തരംഗത്തിനിടയിലും കോഴിക്കോട് നോർത്ത്, സൗത്ത്, കുന്നമംഗലം തുടങ്ങി പല മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് വർദ്ധിച്ചു. സൗത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു മതം പറഞ്ഞു വോട്ട് പിടിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ മണ്ഡലത്തിൽ നടത്തിയിരുന്നു. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് സൗത്ത് മണ്ഡലത്തിൽ T റെനീഷിലൂടെ BJP വോട്ട് വർദ്ധിപ്പിച്ചത്. കോഴിക്കോട് നോർത്തിൽ 30,000 ഉണ്ടായിരുന്ന വോട്ട് നവ്യ ഹരിദാസിലൂടെ 40,000-ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും വലിയ മുന്നേറ്റമായാണ് BJP വിലയിരുത്തുന്നത്. കോഴിക്കോട് 13 മണ്ഡലങ്ങളിൽ എവിടെയും BJPക്ക് വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെന്നതും ജില്ലയിൽ ഒന്നടങ്കമുള്ള BJPയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ജനം, കോഴിക്കോട്.